നാളെ വയനാട്ടിലേക്ക് പോകും പറഞ്ഞ ആളാണ്. എന്താ വെച്ച് പോയില്ലേ, വയനാട്ടിലേക്ക് അങ്ങോട്ട് എത്തിയില്ലേന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒന്നാമത് ഒരു 3-4 ആൾക്കാരുണ്ടായിരുന്നു, അതിൽ ഒരുത്തവിടെ ഉണ്ടായിട്ടില്ല. മൂപ്പര് വണ്ടിയിൽ ലോറിയിൽ പിന്നെ ജയ്പൂർ ഭാഗം പോയതാണ്. ആള് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഞാൻ വയനാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നറുക്ക് കിട്ടിയ ആൾക്കാർ ഇഞ്ച കൂടെ ഉണ്ട്. എന്തായാലും ഓലെ ഞാൻ വിളിച്ചാണ്. ഓർക്ക് പറയാനുള്ളതും ഓലെ എങ്ങനെ ടിക്കറ്റ് എടുത്തു, അതേപോലെ എന്തൊക്കെയാണ് ഇതിൽ കംപ്ലീറ്റ് നിങ്ങളെ മുന്നിൽ ഞാൻ പറയുകയാണ്. കാരണം പറഞ്ഞല്ലോ, കാര്യം അറിയാതെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല അനാവശ്യങ്ങളും അതേപോലെ ഒരുപാട് ട്രോള് കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ ഇതിൽ നിരപരാധിയാണ്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ്, നറുക്കെടുത്തപ്പോൾ ജനങ്ങളൊന്ന് കാണാൻ വേണ്ടി ഒരു ആവേശം കുണിച്ചാൻ വേണ്ടിയാണ്ട് ഒന്ന് ആ ഒരു ഇതിൽ ഒരു ആവേശം കൊള്ളിച്ചല്ലോ, ആ ഒരു എടുക്കലെടുത്തു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഷാഫിനെ ഞാൻ വിളിച്ചത്. സാഫി ഉണ്ട്, അൻവറും ഉണ്ട് ഇഞ്ച കൂടെ. എങ്ങനെയാണ് ഇവര് ടിക്കറ്റ് എടുത്തത്, അതാണ് ഇനി ജനങ്ങൾക്ക് അറിയേണ്ടത്. അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ആദ്യം ഞാൻ സാഫിനോട് ഒരൊറ്റ കാര്യമുള്ളൂ ചോദിച്ചത്. സാഫിയെ, ഇജ വീട് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിരിക്കണെന്നാണ് പറയണത് ജനങ്ങള്. പക്ഷെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടപ്പോഴും ഇജ് കൊടുക്കണത് അതിലില്ല. അതെന്താ സംഭവം? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും ആ വീട് തിരിച്ചു കൊടുക്കാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് അത് എന്താക്കുകയാണ്, വീഡിയോ ആക്കിയിട്ട് ഇറക്കുകയാണ്. നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, തൽക്കാലം ഇങ്ങോട്ട് നിന്നോളി, ഞങ്ങൾക്കോട് എപ്പോൾ വന്ന് എന്താ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് നാട്ടിൽ പരിപാടികൾ ഉണ്ട്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നെ മുപ്പര് പറഞ്ഞു എന്താ ബാങ്കിൽ ഓൾറെഡി എന്തോ ഒരു ലോണിന്റെ പേപ്പർ എന്തോ ക്ലിയർ ആവാനുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എഗ്രിമെന്റ് കാര്യങ്ങൾ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് അർജന്റ് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മൂപ്പർ ഓൾറെഡി നമുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഏറ്റിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും. കാരണം അത് ഡോക്യുമെന്റ് ആണോ അല്ലെന്നുള്ളത് ആൾക്കാർക്ക് അറിയണമല്ലോ. കാരണം കർണാടകയിലാണ് ഇതിലൊക്കെ എഴുതിയിരിക്കണം കേട്ടോ. കർണാടകയിലാണ്ട് വായിക്കാൻ അറിയാത്തതുകൊണ്ട്, കാരണം അത് വായിച്ചാൽ നമുക്കറിയില്ല. പേപ്പർ ക്ലിയർ ആണ്, നമ്മൾ നോക്കിയിരുന്നു. കാരണം അത് വേണമെങ്കിൽ ഇനി ഏതായാലും ഇതിനെ കുറിച്ചാണ്ട് നിങ്ങൾ തന്നെ വീഡിയോ ചെയ്യും, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾ വീഡിയോ ചെയ്തു. വീടിന്റെ സ്കെച്ചസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇത് സംഭവം വായിക്കാൻ എന്താന്നുള്ളത് നമുക്കറിയാം. നമുക്ക് കർണാടക അല്ല, മലയാളം തന്നെ ശരിക്കും വായിച്ചാൽ അറിയാത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോ ഇനി ഇതാണ് നമ്മൾ നിലവിൽ അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആൾക്കാർ എന്തൊക്കെയാ പറയുക, ഞങ്ങളെ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ്, ഞങ്ങൾ അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതല്ല. അല്ല, ആ വീഡിയോ ഞാൻ കറക്റ്റ് കണ്ടപ്പോ നിങ്ങളതിൽ കൊടുക്കേണ്ടതെന്ന് പറ്റില്ല. കാരണം അത് കട്ട് ചെയ്ത് കണ്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്താണ്ട് എഴുതി കണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കാണുന്നുള്ളത് അന്നം തിന്നണ ഏതൊരാൾക്കും മനസ്സിലാവും. പെട്ടെന്ന് ഒരാളോട് മാറാൻ പറയുന്നൊക്കെ എങ്ങനെ ശരിയാവുക? ഇതാരാണ് ടിക്കറ്റ് എടുത്തത്? ടിക്കറ്റ് എടുത്തത് ഞാനാണ്. അത് തല മുതല് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാം. ആരെ വീഡിയോ കണ്ടു, പിന്നെ എങ്ങനെയൊക്കെയാണെന്നുള്ളൊന്ന് പറഞ്ഞു കൊടുക്കുക. തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നത് നമ്മളെ എന്താ മൂപ്പര് പേരെന്തായിരുന്നു? നാസർ. അല്ല വീഡിയോ ചെയ്യുന്ന മറ്റേ അത്യാവശ്യം KL ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്. അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ, ഒരു പാട്ടുകാരി കുട്ടിന്റെ ചാനലിന്റെ വീഡിയോ കണ്ടു, അതുപോലെ തന്നെ കുഞ്ഞാൻഖാന്റെ കണ്ടു, അത് കൂടാണ്ട് വേറെ 2-3 യൂട്യൂബേഴ്സിന്റെ കണ്ടു. ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത്, ഫസ്റ്റ് 4 ടിക്കറ്റ് എൻ്റെ പ്രവാസി ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആ 4 ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത്. ഈ 4 കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ താഴേക്ക് ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത്, ഇവർ അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട്. അങ്ങനെ വീക്ഷിച്ച് വരുന്ന സമയത്താണ് അവസാനമായിട്ട് കുഞ്ഞാൻക ഒരു വീഡിയോ ഇട്ടത്. ഞാൻ കണ്ടത് ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല, ടോക്കണുകൾ കാര്യങ്ങൾ മാക്സിമം പോയിട്ടില്ല, അത് ചില്ലറ ടോക്കണുകളെ പോയിട്ടുള്ളൂ. 1 മാസം മുമ്പിട്ട വീഡിയോ, 1 മാസം പക്ഷെ 1.5 മാസം ആയിട്ടുണ്ടാവും തോന്നുന്നില്ലേ, ആ സമയത്ത് ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ. അത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയത്. പിന്നെ ഞാൻ എന്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട് എന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ കാട്ടി കൊടുക്കണം. കാരണം നമ്മൾ തൊള്ളോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ആ ടിക്കറ്റ് എടുത്തത്, അതേപോലെ ഇനി അതല്ല ഈ നാസർക്ക പിന്നെ അൻവറിന്റെ ആരാണെന്നുമ്പാണ് ഞാനിവിടെ ചെതലയം ഗ്രാമത്തിലുള്ള ആ 2 ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ കാണുന്നത്. ഇത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ്. ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള. അതിൻ്റെ കൂടെ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട്. ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കണ് കാര്യങ്ങൾ, ഇതിപ്പോൾ KL ബിജു ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത്. KL ബിജു ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ പേരൊന്ന് ചെതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ്, എന്റെ നാട്ടിലെ ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പില് മീഡിയ, ഈ മീഡിയയിൽ ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ആ ചാനലിൽ
ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കണ്ടോ, ഏറ്റവും താഴെ കാണുന്ന 2 വീഡിയോസ് കണ്ടോ? അതെ അതെ. ഈ 2 വീഡിയോസ് ഞാൻ അവർക്ക് ഇതിൽ അയച്ച വീഡിയോസ് ആണ് ഇത് രണ്ടും. ഇതൊരു പെൺകുട്ടീൻ്റെ വീഡിയോ ആണ്, അറിയോ? ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ്. ഇതാ KL ബിജു ചെയ്ത. ഇതിൻ്റെ താഴെ കമൻറ്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ. ഈ നാട്ടില് കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തുക്കളായി ഞാൻ ടിക്കറ്റ് എടുത്ത പിന്നെ നിങ്ങള് ഓൺലൈൻ വഴി എടുത്തിക്കണെന്ന് പറഞ്ഞല്ലോ, 4 ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്തു. അതിന്റെ സ്റ്റേറ്റ്മെന്റും പാടെ ഒന്ന് കാട്ടിക്കൊടുക്കി. ഇത് ഞാനൊരു 4 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ 4 ടിക്കറ്റ് ഞാൻ എടുത്തതിന്റെ പേയ്മെന്റ് ആണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇതിൽ കാണുന്നത് നാസർ മക്കി, നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് ഇതാ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 29-ാം തീയതി ജനുവരി 7:30 PM ഞാൻ എടുത്ത ടിക്കറ്റാണിത്. ടിക്കറ്റ് ഷെയർ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ മെസ്സേജ് വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ ക്ലിയർ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട്. അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, അവർ അയച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത 4 ടിക്കറ്റ് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത 4 ടിക്കറ്റാണ് ഈ ടിക്കറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 1.5-2-3 മാസത്തോളായിട്ടുണ്ട് അല്ലേ? ഏകദേശം 3 മാസത്തോളായിട്ടുണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നത്. അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത്. ഇതിൽ മൂപ്പര് സംസാരിക്കുന്നത്, മൂപ്പര നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നത്, അതിലുള്ള രൂപകരമായിട്ടുള്ള ആളുകൾ അല്ലേ, കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകൾ സംസാരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എന്താക്കുന്നത്, വീണ്ടും ഇതൊരു ടിക്കറ്റും കൂടി എടുത്ത് സഹായിക്കാന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. അതെങ്ങനെയാണ് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു. മാനന്തവാടി വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹല്ല് കമ്മിറ്റികളായിട്ട് സംസാരിച്ച് ആ ഒരു ഇതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ബത്തേരിയുണ്ട്, ഇന്നിപ്പോൾ വന്നിട്ടുള്ള ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ വന്ന് ലോഡ് ഇറക്കുകയാണ്, സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വന്നോളൂ സംസാരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് മൂപ്പര് ബത്തേരിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഷുക്കൂറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി എൻ്റെ കൂടെ ഉണ്ട്. കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സൈറ്റിലുണ്ട്, ഞാൻ വണ്ടിയിലുണ്ട്. അപ്പോൾ വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ പോയിട്ടില്ല. അപ്പോൾ ഞാൻ വന്ന് കുഞ്ഞാൻക്കാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല എന്നുള്ള കണ്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏതെങ്കിലും ഇനി അറിയുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ എനിക്കറിയുന്ന അങ്ങനത്തെ മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സായിട്ട് യാതൊരു കോൺടാക്റ്റും എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും സംസാരിക്കുന്നത്. അതായത് ഷുക്കൂറിനോടും എൻ്റെ സുഹൃത്തായിട്ടുള്ള ഷാഫിനോടും ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഈ 13 കൂപ്പൺ ഞങ്ങൾ എടുക്കാന്നുള്ള രീതിയിൽ, അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിൽ നിന്ന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ, ആ പൈസ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും സഹായിക്കാന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യം വന്ന ഘട്ടം സമയത്ത്, ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഷാഫിയും ഷുക്കൂറും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ അത് മെയിനായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയുന്ന പോലെ മൂപ്പര നാട്ടിലുള്ളവർക്കോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, വ്യക്തതയൊന്നും അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല. ഇവിടെയുള്ള ആളുകൾക്കാണ് അത് മെയിനായിട്ട് അറിയുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ എനിക്കുള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് ബത്തേരിയിൽ നിന്നാണ് ഈ കൂപ്പൺ എടുക്കുന്നത്. ഈ കൂപ്പൺ എനിക്ക് തന്നത് 13 കൂപ്പൺ എനിക്ക് തന്നിട്ടുണ്ട്. 13,000 രൂപ ഹാൻഡ് ബൈ ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബത്തേരി ടൗണിൽ അതിൽ 13 ടിക്കറ്റും നിങ്ങളെ കയ്യിലുണ്ടോ? 13 ടിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടോ? 13 ടിക്കറ്റും നിങ്ങളെ കയ്യിലുണ്ട്. ഇതിലേത് അടിച്ച ഈ ടിക്കറ്റിന്റെ പഴക്കം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ മടക്കിയിട്ട് എൻ്റെ ഡാഷ്ബോർഡിലിട്ട ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് ഇവർ എടുക്കുന്നത് ഈ നറുക്ക് കിട്ടി അടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ടിക്കറ്റ് എൻ്റെ വണ്ടിയിൽ, എൻ്റെ കാറിൽ, എൻ്റെ വീട്ടിൽ വന്ന് ഡാഷ്ബോർഡിൽ നിന്ന് എടുക്കുന്നത്. അതുവരെ ഇതെൻ്റെ വീട്ടിലെ ഡാഷ്ബോർഡിൽ നിന്ന് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതുണ്ടോ, ഈ 13 ടിക്കറ്റുകളാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള ടിക്കറ്റുകൾ. ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് ആ ഡ്രോയിലുള്ള കൂപ്പണുകളാണിത്. ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞ് ഷാഫിനെ കുഞ്ഞാൻക്ക വിളിക്കുന്ന ആ ഒരു ടോക്കണാണിത്, ഫസ്റ്റ് അടിച്ച ടോക്കൺ. അതിനുശേഷമുള്ള ബാക്കിയുള്ള ടോക്കണുകളാണ് ഇതിൻ്റെ അടിയിലുള്ള. 1 2 3 4 5 6 7 8 9 10 11 12 13 ടിക്കറ്റ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത 4 ടിക്കറ്റ്. ഇത് കണ്ടോ, ഞാൻ 4 ടിക്കറ്റ് എടുത്തതിൻ്റെ ടിക്കറ്റ്സ് 4 എണ്ണം. 29 ജനുവരി 2025 7:19. ഇനി ഇത് ഞാൻ തന്നെ എടുത്താണെന്ന് തെളിയിക്കാൻ വേണ്ടിയതാണ്. Anwar MN 401@gmail.com എൻ്റെ ഇമെയിൽ ID വരെ ഇതിൽ
ഉണ്ട്. അൻവർ എം എൻ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലാണ് ഈ പേയ്മെന്റ് പോയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതാണ് ആ ഫസ്റ്റ് ടിക്കറ്റിന്റെ സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു തന്നതിന്റെ സ്റ്റേറ്റ്മെന്റ്, 4 എടുത്തതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ കണ്ടത്. ആ ടിക്കറ്റും ഉണ്ട്. ടിക്കറ്റ് വേറെ ആൾക്ക് എടുത്തു കൊടുത്തതാണ്, അത് അവരുടെ ഫോണിലാണ് ഉള്ളത്. അതെ, ഓരും കൊടുക്കും. അതാണ് പ്രശ്നം. ഒരാൾക്ക് ഒന്ന് നല്ലത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെടുന്ന പെടൽ എങ്ങനെയാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ജീവിതത്തിലേ ഇങ്ങനത്തെ ഒരു പെടലേ ഞങ്ങളെ വർക്ക് എന്തോരം പോയി അറിയുന്നത്. ഇത് അൻവറിന്റെ ഒപ്പാന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട്. കാരണം ഇത് ഒത്തുകളിയാണ്. കാരണം ഇന്നേ വരെ ഈ കാര്യങ്ങൾ അറിയില്ല. ഞാൻ ഇപ്പൊ 4 ദിവസം മുന്നേ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതെന്ത് പറയുന്നപ്പോ അത് പറയാത്ത മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് പേർക്ക് അറിയുള്ളൂ എൻ്റെ ഉപ്പ എന്നുള്ളത്. അവിടെ ഉള്ള ഫാമിലിക്ക് ഓൾറെഡി ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാമിലി ഇഷ്യൂ ആണ്. അവിടെ പോയി അന്വേഷിച്ചാൽ ഈ കുടുംബകാര്യങ്ങളൊന്നും നമ്മളിത് ഈ പറയണ്ട. കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ഇപ്പൊ ടിക്കറ്റ് എടുത്തോ മറ്റേ തെളിവ് അത് പറയേണ്ട കേസ് എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി അത് പറഞ്ഞില്ല എന്നുള്ളൊരു കാരണമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. പറയാതൊക്കെയാണ് ഏറ്റവും നല്ലത്. പിന്നുള്ളത് ഞാനും ഇവനൊക്കെ ഉള്ള ബന്ധമാണ്. ഞാൻ നാസറാക്കാന്റെ മോനേറ്റുള്ള ബന്ധം, അതേപോലെ സാഫിരേറ്റുള്ള ബന്ധം, കുടുംബക്കാര്. കാരണം എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഇവനെ കണ്ടത് ഇവൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് കണ്ട സംഗതി എങ്ങനെയാണെന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചത്തേക്ക് ഓരോ ആൾക്കാർ വരും, ഫോട്ടോ എടുക്കും, അതേപോലെ വീഡിയോ എടുക്കും. ഇത് എന്നാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഓരോരോ വഴി പോണ പോക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ വീഡിയോന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും കാട്ടിക്കൊടുത്താ. ഇതാണ് ആ വീഡിയോ. നമുക്കത് പ്ലേ ചെയ്യാം. അത് ഞാൻ എൻ്റെ ഡേറ്റും സമയം കാണിച്ചത്. കാരണം 12 നവംബർ 2022 ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നുണ്ടോ. വാച്ച് അഗൈൻ. ഇതാണ് ആ വീഡിയോ. ആ വീഡിയോ ഞാൻ എടുത്ത സമയവും കാര്യങ്ങളുമാണ് ഇതിലിപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. കണ്ടോ, 12 നവംബർ 2022. അപ്പൊ ഇത് എവിടുന്നാ എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് എവിടുന്ന് വേൾഡ് കപ്പ് നടക്കണമെന്നല്ലേ. വേൾഡ് കപ്പ് നടക്കണം പരപ്പം പോയി പറയുകയാണെങ്കിൽ നമ്മളെ സൽമാൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടല്ലോ, ഡിസേബിൾഡ് ആയിട്ടുള്ള മോനുണ്ട്. ആ മോനെയും കൊണ്ട് അന്ന് കുഞ്ഞാനിക്കും അതുപോലെ തന്നെ അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി വന്ന അല്ല ഞാനല്ല പിന്നെ ഓന് വന്ന പരിപാടിക്ക് അവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ കട്ടൗട്ട് വെക്കാന് ഞാനും ഉണ്ടായിരുന്നു അവിടെ. അതെ. ആ സമയത്താണ് ആ വീഡിയോ ഞാൻ എടുക്കുന്നത്. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് വന്നത് വേറെ രീതിയിലും വേറെ രൂപത്തിലാണ്. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ്. അതല്ലാതെ ഇന്നേ വരെ ഈ മനുഷ്യനെ കാണുകയെ വിളിക്കുകയെ സംസാരിക്കുകയെ ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ നമ്മള് തമ്മിലുള്ള ബന്ധോ ഫോളോ പോലും ചെയ്യാത്ത ആളാ ഞാൻ തന്നെ. അതൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യട്ടെ ഇനി. പിന്നെ പറയണത് കുടുംബക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് അടിച്ചിക്കണെന്നുള്ളത്. ഈ പിന്നെ നാസർ ഖാന്റെ ഇമ്മ 1 ലക്ഷം റുപ്യക്ക് ടിക്കറ്റ് എടുക്കും. 100 ടിക്കറ്റ് അളിയന്മാര്, പെങ്ങന്മാര്, നാട്ടുകാര് എല്ലാരും എടുത്തേക്കണ്. ഇനി വേറൊരു കാര്യമുണ്ട്. ഇഞ്ച തുണക്കാര് വരെ ഇന്നോട് പറയാണ്ട് ഒരു 5 ടിക്കറ്റ് എടുക്കും കുഞ്ഞാനെ പറയാണ്ട് ഞാൻ എടുത്തുക്കണം. ആ ഇഞ്ച വണ്ടിയുണ്ട്. ഇനി ആദ്യം എൻ്റെ ടിക്കറ്റ് ഒന്ന് കാണിച്ചാ. കാരണം എന്നിട്ട് വേണം ഇഞ്ച വണ്ടിയിൽ പോകാം. 13 ടിക്കറ്റ്. അത് വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്താണ്ട് എണ്ണിക്കോട്ടെ. കാരണം എന്താണെന്ന് അറിയോ, ഇഞ്ച വണ്ടിക്ക് വരും, ഞാൻ കാണിച്ചുതരാം. ഇവിടെ വെച്ചേക്കണ കേട്ടോ. കാരണം ഇതുവരെ ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. എവിടെ റബ്ബേ, ഇതാക്കണം 5 ടിക്കറ്റ്. ഇത് ഇഞ്ച തുണക്കാരം ഇന്നോട് പറയാണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ എടുത്ത ടിക്കറ്റ്. അത് ഐറ്റങ്ങൾക്കാണ് അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, നിങ്ങളെന്താ പറയാ? എന്നാ കഴിഞ്ഞു. ഇഞ്ച നാട്ടിലത്തെ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്തിക്കണ്. ഇവർക്കൊക്കെ അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ പറഞ്ഞാണ്ട് എടുപ്പിച്ച ആൾക്കാർ ഒരുപാടുണ്ട്. ഇവർക്കൊക്കെ അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ എന്താ കാര്യം പറയാ. പാണ്ടിക്കാട്ടൊക്കെ അടിച്ചിക്കണെന്നുണ്ടല്ലോ, പാണ്ടിക്കാട്ടിന്റെ കത്തിച്ച കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഇന്നലെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു, കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുത്തോ? നമ്മുടെ നാട്ടിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ, എന്തുകൊണ്ടാണ് നിങ്ങൾ നിരപരാധികളാണ് കേസ് കൊടുക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് നമ്മളൊരു കേസ് ഫയൽ ചെയ്തതിന്റെ ചെറിയൊരു കോപ്പിയാണ് ഈ കാണുന്നത്. സൈബർ പോലീസ് കൽപ്പറ്റയാണ് നമ്മൾ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഫയൽ ചെയ്തതിന്റെ കോപ്പിയാണ് ഈ കാണുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് അത് നമ്മള് വക്കീലിനോടും അതേപോലെ നമ്മുടെ കൂടുതൽ പോലീസുകാർ അറിയുന്ന ആൾക്കാരുണ്ട്, ഓലോടൊക്കെ ചോദിച്ചിട്ട് ഓല് പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് കൂടാണ്ട് ഇപ്പോൾ സെപ്പറേറ്റ് 2 രീതിയിലൂടെ നമ്മൾ കേസ് സൈബർ ക്രൈം കൊടുക്കുന്നുണ്ട്. ഞാനും ഷാഫിയും കൂടി ഒരു കേസ് ഫയൽ, ഇതിപ്പോ ഷുക്കൂറാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഷുക്കൂറിനെ പിന്നെ എന്താ പറയാ പേഴ്സണലായിട്ട് വിളിച്ച് ഭീഷണി. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാണ്ട്, ഒരു ഭീഷണി വന്നി നമുക്ക് നമ്മളവിടെ കൊടുവ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് കൊടുവ് കൊണ്ടുപോകുന്നു ചാക്കിലിട്ടിട്ടേ ചാക്കിലിട്ടുണ്ട്.
അതിന് നമ്മൾ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം പറയാണ്ട്, പിന്നെ ഞങ്ങളെ പേഴ്സണലായിട്ട് തെറി വിളിച്ചാൽ ഓൾറെഡി കൊടുത്തു. ഇനിയിപ്പോ അതല്ലാണ്ട് ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോണ്ടിയ ആൾക്കാരുണ്ട്, ഓൾക്കെതിരെ നമ്മൾ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്റെ ഫോട്ടോ വെച്ചിട്ട് ഡാൻസ് കളിച്ച ആൾക്കാരുണ്ട്, ഡാൻസ് അതേപോലെ പല വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട്. അനാവശ്യ കാര്യങ്ങൾ, അത് ഇന്റെ അനുമതി ഇല്ലാണ്ട് ചെയ്ത കാര്യങ്ങളാണ്. അതിനെന്തായാലും നമ്മൾ സൈബർ ക്രൈം എന്തായാലും കേസ് കൊടുക്കാൻ തന്നെ, ഒന്നെങ്കിൽ നമ്മൾ പബ്ലിക് കേസായിട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ ഒന്നുകൂടി നമ്മൾ കൊടുക്കും. ഓൾറെഡി നമ്മൾ ഒന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ പുറമെ നമ്മൾ ഒന്നുകൂടി ചെയ്യും. അതിന് ഇച്ചൊരു കാര്യം പറയുന്നത്, ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാൻ പറ്റൂല, അത് ചെയ്ത് പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഇതൊക്കെ എന്താ അറിയോ, നിങ്ങളെ മുന്നിൽ പറഞ്ഞ ഞാൻ നിരപരാധിയാണ് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്രയും കിലോമീറ്റർ ഓടിയാണ്ട് വന്നത്. ഇനി അടുത്ത പോക്ക് കൊടുക്കറിയോ, ഈ 2ാം സമ്മാനം അടിച്ച ജിംനി ഉണ്ടല്ലോ, ആ ചങ്ങായിന്റെ നമ്പറും വാങ്ങിയാണ്ട് ഞാൻ വിളിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് കാണണം, നിങ്ങളെങ്ങനെ ടിക്കറ്റ് എടുത്തത്, ഇതും പാടെ എനിക്കറിയണം. ഈ 2 കാര്യത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇട്ടുകാണ്ട് ഊക്കണത്. ഇനി ഇന്റെ കുടുംബത്തിന് ഞങ്ങളൊക്കെ ഫോട്ടോ വെച്ച് കണ്ട് ഇതാക്കിയാണ്ടോ. പിന്നെ ഇപ്പോ ഞങ്ങളെ കുടുംബത്തിനെ കുറിച്ചൊക്കെ പല രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്. കുടുംബത്തിനല്ല, ഞങ്ങളെ കുറിച്ചിട്ട് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ വൈഫിന്റെ ഫാമിലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ്, നല്ല ഫാമിലിയാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, എന്താ അങ്ങനെ എന്താ. പിന്നെ നമ്മളെ ബിസിനസ് പരമായ ആൾക്കാർ അങ്ങനെ വിളിക്കുക. പിന്നെ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ, നമ്മളെ ഫ്രണ്ട്സ് ഇന്നലെ ടൗണിൽ പോയപ്പോൾ പോലും നമുക്ക് കളിയാക്കൽ വരികയാണ്. ഇതിപ്പോ ഇന്ത്യയും അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബത്തിന്റെയും, കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, അതിന്റെ വിഷമം, അതിന്റെ സങ്കടത്തിന്റെ, എല്ലാവർക്കും സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ സന്തോഷാക്കാരം, ഇവർക്ക് ദുരിതം ഉണ്ടായിക്കണത്. അപ്പൊ നമ്മളെന്തായാലും എന്താ പറയാ, മനസ്സുകൊണ്ട് പറയണ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിന് ഇതിന്റെ പുറകെ നടന്നവർക്ക് എന്തായാലും ഉണ്ടാവും, അനുഭവിച്ചു. ഈ ഒരു കാരണം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ പല ആൾക്കാരും പറയണേ ഞാൻ ഗോൾഡ് ഷോപ്പിലാണെന്നാണ്. ഷോപ്പ് തുടങ്ങി 2 മാസത്തോളായി. അത് എവിടെ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാം. ഷോപ്പിൽ അന്വേഷിച്ചോട്ടെ, അതെന്തുകൊണ്ടും ചെയ്തോട്ടെ. ഞാൻ ഇറങ്ങിയിട്ട് 2 മാസത്തോളം. ഇപ്പൊ ഞാൻ സൈഡ് പരിപാടിയായിട്ട് ഗോൾഡ് ചെയ്യുന്നുണ്ട്. അത് നിലവിൽ ഈ ഒരു പരിപാടി കൊണ്ട് നിന്നിരിക്കണം. അത്യാവശ്യം എൻക്വയറിയും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നുകൊണ്ട് ഇപ്പൊ ഇല്ലാണ്ടായിക്കണേ. ഒരാളെ കഞ്ഞിമുടി മുട്ടിച്ചു കൊടുത്തു, ആ ഭാഗം മുട്ടി. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഞങ്ങളൊരു 3 പാർട്ട്ണർ 4 ഒരാൾ ഗൾഫിലാണ്. അപ്പൊ ഓൻ ഇവിടെ അല്ലാതെ ജനുവരിയോടെ നമ്മളോട് സ്റ്റാൻഡ് ആവുള്ളൂ. അത് ഓനോട് ഒരു വർക്കിലാണുള്ളത്. ഇവിടെ വന്നിട്ട് നമ്മളോട് കൂടും. അതുവരെ ഞങ്ങൾ 3 ആളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങള് വണ്ടി എടുത്ത് വണ്ടിക്ക് ലേശം പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ സ്വർണ്ണിന്റെ പെണ്ണുങ്ങളെ പേരുള്ള സ്വർണ്ണം, ഇവന്റെ സ്വർണ്ണം ഒക്കെ കൂടി പണയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. പണയം വിറ്റ് കുറെ വിറ്റ് ചെയ്ത് പണയം വെച്ച്. നാട്ടിലത്തെ ആൾക്കാരൊക്കെ ഇപ്പൊ എന്താ പറയുന്നത്, നാട്ടിലത്തെ ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോ ഒരു നോട്ടവും. ഇനിയിപ്പോ ചില ആൾക്കാർ പറയുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. നല്ലതാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ എന്താ അറിയോ, ഇതിന് പിന്നെ അറിയുന്ന ഒരാള് കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, കാണുമ്പോ നോർമലായിട്ട് കൊണ്ടും, പക്ഷെ ഓന്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. അത് വേറെ ആളൊന്ന് ചോദിക്കുമ്പോ ഓൻ അങ്ങനെ ചെയ്തില്ല, ഓൻ ഇങ്ങനെ ചെയ്തില്ലേ. നമ്മുടെ നാട്ടിൽ വന്ന് നിങ്ങൾ അന്വേഷിച്ചോളൂ, എവിടെ വേണമെങ്കിലും ചോദിച്ചോളൂ ഞങ്ങളെ കുറിച്ച്, എന്നെ കുറിച്ചാലും ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു പേരുദോഷം ഉണ്ടോന്നുള്ളത്. ഇതുവരെ അങ്ങനത്തെ ഒരു പേരുദോഷം ഞങ്ങൾ കേൾപ്പിച്ചില്ല, കേൾപ്പിക്കൂല. കാരണം എനിക്ക് ഓൾറെഡി ഒരു പെൺകുട്ടിയാണ്, എനിക്ക് പെൺകുട്ടിയാണല്ലോ, എനിക്ക് ഓളെ ഭാവിയാണ് നോക്കേണ്ടത്, അല്ലാണ്ട് എന്റെ കാര്യങ്ങളല്ല നോക്കേണ്ടത്. ഓക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞാൻ എന്റെ പെണ്ണുങ്ങളൊക്കെ ജീവിക്കുന്നത് ഓൾക്ക് വേണ്ടിയിട്ടാണ്, അല്ല എനിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പടച്ചോനെ എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലാവണം. ഇതൊക്കെ ഒരു സ്വന്തമായിട്ട് പരിപാടി തുടങ്ങിയാലേ കഴിച്ചിലാവുള്ളൂ, അല്ലാണ്ടൊന്നും ഒരാളും കഴിച്ചിലാവില്ല, കാര്യമല്ല. 12 കൊല്ലം ജ്വല്ലറിയിൽ ഉണ്ടായതാണ്, ഇല്ലാന്ന് പറഞ്ഞ 12-13 കൊല്ലം ജ്വല്ലറിയിൽ ഉണ്ടായത്. നമുക്ക് എന്താ ഉള്ളത്, ഞാൻ ഒരു വീട് കെട്ടിയിട്ടില്ലത്, ഒന്നുമില്ല, നമുക്ക് വീട് കെട്ടിയിട്ടില്ല. കുറച്ച് സ്വർണ്ണങ്ങൾ ഞാൻ വാങ്ങി വെച്ചിരിക്കണം, അത് ഓരോ വർഷം മോളെ ബർത്ത്ഡേക്ക് ആകുമ്പോൾ വാങ്ങി വെക്കുക, അത് നമ്മളൊരു ഉദ്ദേശം, അത് ഉള്ളായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ നമ്മൾ കൂടുതൽ ശുക്കൂർ എന്ന് പറഞ്ഞ സമയത്ത് അന്ന് നമുക്ക് ഒന്നിച്ച് ചെയ്യാം, കുറച്ച് വൈഡായിട്ട് ചെയ്യാം, കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വർക്കും കാര്യങ്ങളും ലൈനിൽ ഓടുക, ഒരാൾ വണ്ടി പോവുക, 2 ആൾ സൈറ്റ് നോക്കുക എന്നൊക്കെ, പണിക്കാരും ഉണ്ട്, നല്ല രീതിയിൽ ചെയ്യാന്ന് വെച്ച പരിപാടിയാണത്. അതും കൊളായി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം 4000 സ്ക്വയർ ഫീറ്റിന്റെ വർക്ക് പറഞ്ഞു, അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വേറെ ടീമിന് കൊടുത്തത്. അവനാന്റെ കഞ്ഞിമുടി മുട്ടിച്ചണം, അതാണ് ലക്ഷ്യം. മഴക്കാലത്ത് ഞങ്ങൾക്കൊരു വർക്ക് ഉണ്ട്. ഇന്നലെ ഞാനൊരു സുഹൃത്തിന്റെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത്. നമുക്ക് 6000 സ്ക്വയർ ഫീറ്റ് വർക്ക് ഉണ്ട്, റിസോർട്ടാണ്. ഇന്ന് രാവിലെ ഒന്നെ വിളിച്ചിട്ട് പറയാണ്, എടാ ഇങ്ങനെ ഇത്രയും വലിയൊരു റൂമർ വർക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ വർക്ക് എന്നാൽ ശരിയാവില്ല, ഒരു മുഷിപ്പും തോന്നരുത്, നിങ്ങൾ അഡ്വാൻസ് തന്ന പൈസ, ഞാനൊരു 5000 രൂപ അഡ്വാൻസ് വാങ്ങിയോ കല്ലിറക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് കല്ലിറക്കുമ്പോൾ ഒരു ഉറപ്പിനോട് 5000 രൂപ ഞങ്ങൾ വാങ്ങലുണ്ട്, ആ അഡ്വാൻസ് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ട് വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ, ഒന്നും പറയാല്ല. നിനക്ക് എന്തായാലും ഇതിന്റെ മേലിൽ കൂടി എല്ലാവരും അനുഭവിക്കും. നമ്മളെ പ്രാക്ക് എന്തായാലും ഉണ്ടോ, നമ്മളെ കണ്ണീർ എന്തായാലും ഉണ്ടോ. പിന്നല്ല സംശയമാണ് 2ാം സമ്മാനം ജിംനി അടിച്ചത്. അതിന്റെ വൈത്താലും ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കുടുംബങ്ങളാണ്, ബന്ധങ്ങളാണ്, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ആ വെള്ള ഷർട്ടിട്ട് ആളാളിയനാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണ്?
അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്റെ അളിയൻ തന്നെയാണ്. അളിയനായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ സെപ്പറേറ്റ് ആണ്, വൈഫുമായിട്ട് സെപ്പറേറ്റ് ആണ്. ഏകദേശം ഒരു 1.5-2 കൊല്ലത്തിന്റെ അടുത്തായിട്ട് സെപ്പറേറ്റ് ആണ്. ഞാൻ എവിടെയോ അവരവിടെയോ എന്താണ് നിൽക്കുന്നത്, അവരുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത് എന്താന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്താക്കി എടുത്ത് ഉള്ളതും കൂടി നശിപ്പിച്ചു. അത് ഇനിയിപ്പോ ഒന്ന് നന്നാക്കി കൊണ്ടുവന്ന് വെച്ചാൽ അതും പോയി അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കണേ, നിങ്ങള് ടിക്കറ്റ് എടുത്തത് ഏതൊക്കെയാണ്? ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്പർ ഇതാണ് 17,300. ഇതിനാണോ അടിച്ചത്? അടിച്ചിട്ടുള്ള ഈ നമ്പർ ടിക്കറ്റിനാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ദാസർക്ക് കണ്ടോളി. അതിന് ഒരു നമ്പറും കൂടി എടുത്തിട്ടുണ്ട്, അതിലുണ്ട്. അത് നമ്മള് അടിച്ച ടിക്കറ്റ് ആണല്ലോ എടുത്തു വെക്കാം, മറ്റേ ടിക്കറ്റ് ഇതിന് തപ്പി എടുത്ത് അറിയിലുണ്ട്. എടുത്തോളി. പിന്നല്ലത് ഇതാക്കണേ, ഇവരെ നമ്മളെ നറുക്കെടുപ്പ് നാസറാക്കാന്റെ നമ്പർ തന്നെയാണ് വന്നിക്കണത്. ഇതാക്കണേ, ഗൂഗിൾ പേ ചെയ്ത റെസീറ്റ് ഇതാക്കണേ, MN അസ്കർ പറഞ്ഞ നാസർഖാന്റെ മോനാണ്, മോന്റെ അക്കൗണ്ടാണ്. അതേപോലെ ഇതാക്കണേ, ടിക്കറ്റ് കാര്യങ്ങള് എല്ലാം അതിന്റെ വോയിസ്. ഇതെന്താ വോയിസ്? ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ പിന്നെ ജോയിൻ ചെയ്തോളി എന്നാണ് പറഞ്ഞത്. ഏതായാലും ഞാൻ പറഞ്ഞേ, ഇതുകൊണ്ട് ഇപ്പോ നമ്മള് വണ്ടിയും പേരെയും എടങ്ങാറും അയക്കും. ഞാൻ അതിന്റെ ബാക്കിയാണ്, എന്റെ നമ്പർ ഈ കൂപ്പണിലുണ്ട്. ദുനിയാവിലുള്ള 1000 ഫോണാണ് ഒരു ദിവസം വരുന്നത്. ഒരു സമാധാനം തരുന്നില്ല. എന്താ കാട്ടുന്നത്? ഇതിലേറെ എനിക്കിപ്പോ അത് തെളിയിച്ചാൻ കജ്ജാത്തൊരവസ്ഥയാണ്. ഇന്നെക്കൊണ്ട് കഴിയണ നാസർക്കാന്ന് പറയുന്ന ആളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് ഇന്നലെ ഞാൻ വണ്ടി എടുത്ത് നോക്കാൻ വേണ്ടി ഷോറൂം പോയിട്ടുണ്ടായിരുന്നു. വണ്ടി നോക്കാൻ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അയാളെ നേരിട്ട് കാണുന്നത്. പിന്നെ ആ സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നതാണ്. അപ്പൊ എന്താണ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അവിചാരിതമായിട്ട്. ഈ നാസർക്ക എന്ന് പറഞ്ഞ ആളാന്ന് അറിഞ്ഞുകൊണ്ട് പോയിട്ട് സംസാരിക്കുന്നു. അല്ല, നാസർക്കും പറയും ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ കാണാത്ത ഒരാളാണ്. അതേപോലെ മറ്റേ ആൾക്കാരെ സാപ്പി ഓല് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് സോഷ്യൽ മീഡിയ കൂടെ അല്ലാതെ ജീവനോടെ. അതെ. അപ്പൊ നേരിട്ട് കാണുന്ന ഇന്നാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് വിശ്വസിച്ചു. പിന്നെ ഇത് പറയാനുള്ള എന്താ വെച്ചാൽ എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കുന്നത്, ഞാൻ ഈ നറുക്കെടുത്ത് ഞാൻ പണിയെടുത്ത പൈസക്ക് നറുക്കെടുത്തിട്ട് എന്താണ് ഈ 1000 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 ടിക്കറ്റ് 2000 ഉറുപ്പ്യ കൊടുത്തിട്ട് ഞാൻ പണിയെടുത്ത പൈസക്ക് എടുത്താണ്. ആദ്യമായിട്ടാണ് ഒരു പ്രൈസ് കിട്ടുന്നത്, ആദ്യമായിട്ട് ജീവിതത്തിൽ. അതിങ്ങനെ അതിപ്പോ ഇങ്ങനെ അവസ്ഥ. അപ്പോ പിന്നെ അങ്ങനെയൊക്കെയാണ് സംഭവം. ഞങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്നു. പിന്നെ വേറെ എന്റെ സുഹൃത്താണ് പൈസ ഇടുന്നത്. ഇങ്ങനെ ഈ മാനന്തവാടി തന്നെ ഓട്ടോ ഓടിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് എന്താണ് പൈസ ഇടിക്കാണ് ചെയ്തത് ഗൂഗിൾ പേയില്. അത് മാനന്തവാടിയുള്ള അക്കൗണ്ട് തന്നെ. പൈസ ഇടുന്ന അതിന്റെ ടൈം രാത്രി ഒരു 11:30 ആ സമയത്ത് എങ്ങാനാണ്. അപ്പൊ എന്റെ അക്കൗണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഈ സ്കാനർ അയച്ചു കൊടുത്ത് അതിലേക്ക് ഇട്ട് പൈസ. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. എന്നിട്ട് ഞാനത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഈ ഫസ്റ്റത്തെ ടിക്കറ്റ് എടുക്കുന്നത് 1 മാസം 1.5 മാസം ഞാൻ കച്ചവട ആവശ്യമായിട്ട് അവിടെ പോക്കുണ്ട്. ഈ പറയുന്ന സ്ഥലത്തല്ല, കർണാടകയിലെ എല്ലാ സ്ഥലത്തും പോക്കുണ്ട്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് എടുത്തതാണ് ഒരു ടിക്കറ്റ്. അത് ഞാൻ ബൈ ക്യാഷ് കൊടുത്ത് ആ ടിക്കറ്റ് തന്നു. അതാണ് എൻ്റെ അടുത്ത് ഇതിന്റെ ബാക്കിയുള്ളത്. പിന്നെ ഒരു ടിക്കറ്റ് എടുത്ത ഒരാഴ്ച മുമ്പാണ്, ഈ നറുക്കെടുപ്പിന്റെ ഒരാഴ്ച മുന്നേ. ഇത് അടിച്ച പ്രൈസ് എടുത്ത 1 മാസം മുമ്പാണ്. അങ്ങനെ എന്താണ് അതിന്റെ റെസീറ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പൊ ഇനി ഇതിന്റെ പേരിൽ ഞാനൊരു വീഡിയോ ഇടാനോ ഇതാക്കാനൊന്നുമില്ല. എനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് കാര്യം തെളിവ് സഹിതം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം അതൊക്കെ എന്താ അറിയോ, ഓരോരോ യൂട്യൂബർമാരും ഇപ്പൊ റീച്ചിന് വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാന്ന് അടിച്ചു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താട്ടെ നിങ്ങൾ പോയി ഇങ്ങോട്ട് നിങ്ങൾ അന്വേഷിക്കുക. അല്ല, ഞാൻ ഇഞ്ച ഭാഗത്തുള്ള ഇത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിന്നെ. ഇതല്ലാതെ വെച്ച് വേറൊന്നും പറയല്ല. പിന്നെ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ഞാൻ നറുക്കെടുത്തു. കാരണം ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ നറുക്കെടുത്തില്ല. അത് കുറച്ചു നേരം എന്നിട്ട് അടിയിൽ പോയി ഒന്ന് ഇതാക്കിയെന്ന് മാത്രം. അല്ലാതെ നമ്മൾ മുകളിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ വിവാദാക്കാരം ആ ഒരു ഇതുള്ളൂ. ഇതിന് അത്രയും ടിക്കറ്റില്ലേ, എങ്ങനെ ഞാൻ അവിടെയൊക്കെ പശ വെച്ചൊട്ടിച്ച. അപ്പോൾ വിചാരിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് അതുള്ളൂ മനസ്സിലാക്കാൻ കഴിവില്ല ആൾക്കാരോട് മനസ്സിലാക്കി. വേറെ ഞാൻ ഒന്നും വിശദീകരിക്കാൻ എനിക്കില്ല. എല്ലാം നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ഇട്ടാൻ നിൽക്കണം.